ഒരു മഹാത്മാവ് സ്ഥാപിച്ച കലാക്ഷേത്രത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന്റെ ഹുങ്കിൽ മറ്റുള്ളവരെ കറുത്തവനെന്നും വെളുത്തവനെന്നും തരംതിരിക്കുന്ന ഇത്തരം ആൾക്കാരിൽ നിന്ന് ആ കലാമണ്ഡലം എന്ന പേര് അല്ലെങ്കിൽ ആ കലാമണ്ഡലം എന്ന സ്ഥാനപ്പേര് എടുത്ത് മാറ്റുക എന്നതാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നടപടി. അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ സർക്കാരിന് നിറഞ്ഞ മനസ്സോടെ കൈയടിക്കും. ഹലോ, അപ്പൊ ഭാമേച്ചി പറയുന്നത് മോഹിനിമാർ മാത്രം മോഹിനിയാട്ടം കളിച്ചാൽ മതി, മോഹനന്മാർ ഇങ്ങോട്ട് വരണ്ട എന്നാണ്. അതും കറുത്ത മോഹനന്മാർ ഈ ഏരിയയിലേക്ക് അടുക്കരുതെന്നാണ് ഭാമേച്ചിയുടെ അഭിപ്രായം. ഭാമേച്ചി നിങ്ങൾക്കറിയാമായിരിക്കും കലാമണ്ഡലം സത്യഭാമ. അപ്പൊ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ വേറെ സത്യഭാമയാണ് കിട്ടുന്നത്, യഥാർത്ഥ ഡാൻസുകാരി വേറെ വരും കലാമണ്ഡലം സത്യഭാമ ജൂനിയർ. അവരുടെ അഭിപ്രായത്തിൽ മോഹനന്മാർ ഡാൻസ് കളിച്ചാൽ ആ ഭംഗി ഉണ്ടാവില്ല, അഭംഗി മാത്രമായിരിക്കും ഉണ്ടാവുക. ഭാമേച്ചിക്ക് അറിയാത്തൊരു കാര്യം ആദ്യത്തെ മോഹിനി ആരായിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ മോഹിനി അല്ലെങ്കിൽ ഈ മോഹിനി എന്ന വാക്ക് വന്നത് തന്നെ മഹാവിഷ്ണു സ്ത്രീവേഷം കെട്ടി മോഹിനിയായതിൽ നിന്നാണ്. അപ്പോ ആദ്യത്തെ മോഹിനി ഒരു മോഹനനായിരുന്നു എന്നർത്ഥം. ഈ കറുപ്പിനോട് ഇത്ര വിരോധം വരാൻ കാരണം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിൽ കൂടുതൽ ഇവർ ജഡ്ജായിരുന്നപ്പോഴെല്ലാം ഡാൻസ് കളിച്ച കുട്ടികളെ പറ്റി ഓർത്ത് എനിക്കിപ്പോൾ വിഷമം തോന്നുന്നു. അതിൽ മെയ്വഴക്കമുള്ള നല്ല ഭംഗിയായി ഡാൻസ് ചെയ്യുന്ന കറുത്ത കുട്ടികൾക്ക് എത്രയായിരിക്കും ഇവർ മാർക്ക് കൊടുത്തിട്ടുണ്ടാവുക? അവരേക്ക് പക്ക ഇവർ റിജക്റ്റ് ചെയ്തിരിക്കും എന്നതാണ് സത്യം. അപ്പോൾ ഭാമേച്ചി അഥവാ കലാമണ്ഡലം സത്യഭാമ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുകയാണ്. തന്റെ 66ാമത്തെ വയസ്സിൽ തന്റെ ഉള്ളിലുള്ള കാളകൂട വിഷം ധൈര്യമായിട്ട് പുറത്തേക്ക് വമിപ്പിക്കുകയാണ്. ഇതിലുണ്ടായ റീസൺ എന്താണെന്ന്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ലാവ പോലെ കുത്തൊഴുക്ക് വരാൻ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് താൻ ആരും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നാണ്. അവർ പറഞ്ഞു ചാലക്കുടിയിലുള്ള കറുത്ത ഒരു ഡാൻസുകാരൻ, അയാളൊക്കെ എന്തിനാണ് ഡാൻസ് കളിക്കുന്നത് എന്നാണ് അവരുടെ അഭിപ്രായം. RLV രാമകൃഷ്ണനെയാണ് അവർ ഉദ്ദേശിച്ചതെന്ന് രാമകൃഷ്ണൻ മറുപടി പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലായത്. മോഹിനിയാട്ടത്തിൽ താനാണ് കുലപതി എന്നാണ് സത്യഭാമയുടെ അഭിപ്രായം. കലാമണ്ഡലം സത്യഭാമയ്ക്ക് അറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേരിന്റെ കൂടെ കലാമണ്ഡലം ഉള്ളതുപോലെ രാമകൃഷ്ണന്റെ പേരിനൊപ്പവും RLV എന്നുണ്ട്. രാധാ ലക്ഷ്മി വിലാസം എന്ന വിദ്യാലയത്തിന്റെ പേര് അല്ലെങ്കിൽ ആർട്സ് ആൻഡ് ഫൈൻ ആർട്സ് കോളേജിന്റെ പേര്. അത് സ്ഥാപിച്ചത് കൊച്ചി രാജാവാണ്. അവിടെ പഠിച്ച് അവിടുന്ന് ബിരുദം നേടിയ ആളാണ് RLV രാമകൃഷ്ണൻ. കേരള കലാ അക്കാദമിയുടെ അവാർഡും നേടിയിട്ടുണ്ട് RLV രാമകൃഷ്ണൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ഡാൻസ് ചെയ്യാമോ അല്ലെങ്കിൽ അയാളുടെ ഡാൻസ് കൊള്ളാമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊന്നും തൽക്കാലം കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഇല്ല എന്ന് സത്യഭാമയെങ്കിലും അറിഞ്ഞിരിക്കണം. സത്യഭാമയുടെ അഭിപ്രായത്തിൽ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് കറുത്ത നിറമുള്ളവർ ഡാൻസ് ചെയ്യരുത് എന്ന്. അപ്പോ സത്യഭാമ സൗന്ദര്യത്തെ നിർവചിക്കുന്ന രീതിയാണ് ഇവിടെ പ്രശ്നം. തീർച്ചയായും നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യം ഡാൻസിന് ആവശ്യമാണെന്ന്. പക്ഷെ ആ സൗന്ദര്യം കറുപ്പിലും വെളുപ്പിലും ഒതുങ്ങുന്നതല്ല, അത് ശരീര സൗന്ദര്യമാണ് ഉദ്ദേശിക്കുന്നത്. ആ ശരീരത്തിന്റെ വഴക്കമാണ് ഉദ്ദേശിക്കുന്നത്. അവർ നൃത്തം ചെയ്യുമ്പോൾ ഭംഗിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അവരുടെ നിറത്തെ എവിടെയും പരാമർശിക്കുന്നില്ല. ഇനിയൊന്ന് ചിന്തിച്ചാൽ തന്നെ ഇവിടെ ആരാണ് വെളുത്തവരായിട്ടുള്ളത്? ഇവിടെ ഉള്ളവരെല്ലാം ബ്രൗൺ നിറക്കാരാണ്. ഇവിടെ ആരും വെളുത്തവരില്ല. നിങ്ങളുടെ വെളുപ്പിന്റെ താഴെയും ബ്രൗൺ നിറം തന്നെയാണുള്ളത്. അഥവാ ഇനി വെളുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കലാമണ്ഡലം സത്യഭാമ ജനിച്ചതെന്നാണെന്ന് എനിക്കറിയില്ല, ഇനി അഥവാ വെളുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ 1947 മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ സന്തതിയാവാൻ സാധ്യത വളരെയധികമാണ്. അതല്ലാതെ ഇന്ത്യക്കാരുടെ സന്തതികളെല്ലാം ബ്രൗൺ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ വെളുത്തവർ ആരും ഇന്ത്യയിലില്ല തൽക്കാലം. യഥാർത്ഥ ഇന്ത്യൻ ഒറിജിനൽ ഉള്ളവരെല്ലാം ബ്രൗൺ ആണ്. നമ്മളും ബ്രൗൺ തന്നെയാണ്. ബ്രൗണിന്റെ അളവ് കൂടിയോ കുറഞ്ഞോ ആയിരിക്കും, അതല്ലാതെ ആരും വെളുത്തവരില്ല. ഇനി കറുപ്പ് മോശമാണെന്നുള്ള കണ്ടെത്തൽ എവിടെ നിന്നാണ് സത്യഭാമയ്ക്ക് കിട്ടിയതെന്നറിയില്ല. അത് ജന്മനാ ഉള്ള ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ വളർന്നു വന്ന അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയ ഒരു പാഠമായിരിക്കാം. സൗന്ദര്യം പെർസ്പെക്റ്റീവിൽ ആധാരിതമാണ്. ഒരാളുടെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയാണ് സൗന്ദര്യം നിർവചിക്കപ്പെടുന്നത്. കറുപ്പോ വെളുപ്പോ എന്നത് അവിടെ ഒരു മാനദണ്ഡമേ അല്ല. അഴകളവുകളുടെ മാനദണ്ഡങ്ങളിൽ നിറം ഒരിക്കലും വരുന്നില്ല. ഇനി കറുപ്പ് കൊള്ളാത്ത നിറമാണെങ്കിൽ ഫോറിനേഴ്സ് ഇവിടെ വന്ന് സൺ ടാൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. അവർക്കും കറുപ്പാവാൻ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഡാർക്ക് കോംപ്ലക്ഷൻ ആവാൻ താല്പര്യമുണ്ടെന്നല്ലേ അതിനർത്ഥം. ഇനി ആഫ്രിക്കയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കറുത്തവർ മാത്രമേ ഉള്ളൂ, അതിനർത്ഥം അവിടെ ഉള്ളവർക്കാർക്കും സൗന്ദര്യമില്ല എന്നാണോ സത്യഭാമ ടീച്ചർ ഉദ്ദേശിക്കുന്നത്? ഇനി അഥവാ മിസ് വേൾഡ് മത്സരങ്ങൾ നോക്കിയാൽ അല്ലെങ്കിൽ സൗന്ദര്യ മത്സരങ്ങൾ നോക്കിയാൽ അതിൽ കറുത്തവർഗക്കാരും ജയിച്ചിട്ടില്ലേ? പലതവണയായി ജയിച്ചിട്ടുണ്ട്. നമ്മുടെ ഐശ്വര്യ റായും സുഷ്മിത സെന്നും വരെ കറുത്ത അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. അവരുടെ കോംപ്ലക്ഷൻ കുറച്ച് ട്യൂവേഴ്സ് വൈറ്റ് ആയിരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ അവരാരും വെളുത്തവരല്ല, വെളുത്ത വർഗക്കാർ അല്ലേ അല്ല. ഇനി ഒരാളുടെ കലാപരമായ മികവിനെ വിലയിരുത്തേണ്ടത് അയാളുടെ ലുക്കോ സൗന്ദര്യമോ നിറമോ നോക്കിയല്ല എന്ന്
കലാമണ്ഡലം സത്യഭാമയ്ക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അയാളുടെ കണ്ടന്റ് എന്താണ്, അയാളുടെ കഴിവ് എന്താണ്, അയാളുടെ പ്രകടനം എങ്ങനെയാണ് എന്നതിനെ മാത്രം ആശ്രയിച്ചായിരിക്കും അയാളുടെ കലയിലുള്ള കഴിവും വിലയിരുത്തപ്പെടുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ബോളിവുഡ് ആക്ട്രസ് ആണ് രേഖ. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ചെന്ന് ബോളിവുഡിനെ വെട്ടിപ്പിടിച്ച നടി. അവരുടെ നിറം ഡാർക്ക് തന്നെയാണ്. അവർക്കൊരിക്കലും ആ ഡാർക്ക് കോംപ്ലക്ഷനെ പറ്റി കുറ്റബോധമോ വിഷമോ തോന്നിയിട്ടില്ല. തുടക്കകാലത്ത് അവർക്കും തിരിച്ചടികൾ നേരിട്ടിരുന്നു. അവർ ആ തിരിച്ചടികളെ മറികടന്നത്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആണ്, ഡാർക്ക് സ്കിൻഡ് ആണ് എന്നുള്ള കുറ്റപ്പെടുത്തലുകളെ മറികടന്നത് തന്റെ കഴിവിലൂടെയാണ്, തന്റെ ക്യാരക്ടർ സെലക്ഷനിലൂടെയാണ്, താൻ എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതിലൂടെയാണ്. അതായത് ഒരിക്കലും നിറം ഒരാളുടെ കഴിവിനെ പിന്നോട്ടടിക്കുന്നില്ല. അതല്ലെങ്കിൽ ആരെയും നിറത്തിന്റെ പേരിൽ പിന്നോട്ട് തള്ളാൻ ഈ ലോകം തീരുമാനിച്ചിട്ടില്ല. ഈ ലോകം മാറിക്കഴിഞ്ഞ കാര്യം സത്യഭാമയ്ക്ക് അറിയില്ല എന്നതാണ് വസ്തുത. കേരളത്തിന്റെ പൊതുബോധത്തിലെങ്കിലും കറുപ്പ് വെളുപ്പ് എന്നുള്ള ചിന്തകൾ ഇല്ലാതായിട്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും സത്യഭാമയ്ക്ക് 18-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടി കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ തന്റെ 66-ാമത്തെ വയസ്സിൽ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. ഇത്തരം കാര്യങ്ങളെല്ലാം സത്യഭാമ വിളിച്ചു പറയുന്നതും തന്റെ ധാർഷ്ട്യം പത്രക്കാരോട് കാണിക്കുന്നതുമെല്ലാം കാർമുകിൽ വണ്ണനായ കൃഷ്ണന്റെ പടത്തിന് മുന്നിൽ നിന്നാണ് എന്നതുകൂടി നിങ്ങൾ ഓർക്കണം. കാർമുകിൽ വണ്ണൻ എന്ന് വെച്ചാൽ കറുത്ത മഴക്കാറിന്റെ നിറമുള്ളവൻ. കൃഷ്ണനും കറുപ്പ് തന്നെയായിരുന്നു. ആ കറുപ്പിനെ ഒരു കുറ്റമായിട്ടോ കുറവായിട്ടോ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളുടെ ഭക്തിയിൽ അതിനുകൊണ്ട് ഒരു കുറവും വന്നിട്ടില്ല. കൃഷ്ണനെയാണ് ഏറ്റവും കൂടുതൽ പേർ കേരളത്തിലെങ്കിലും പൂജിക്കുന്നത്, കൃഷ്ണനെയും അയ്യപ്പനെയും. അപ്പോ ഈ കാർമുകിൽ വണ്ണന്റെ മുന്നിൽ നിന്ന് തന്നെ കറുപ്പിന്റെ കുറ്റങ്ങളെ അല്ലെങ്കിൽ കറുപ്പിന്റെ കുറവുകളെ വിളിച്ചു പറയുന്നതിൽ പരം മണ്ടത്തരം വേറെ ഇല്ല എന്ന് കലാമണ്ഡലം സത്യഭാമ അറിഞ്ഞിരിക്കണം. നമ്മുടെ പൊതുബോധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ ഈ നിറം കടന്നു വരാത്തതുകൊണ്ടാവണം നമുക്ക് കറുപ്പ് താൻ ഇണക്കപ്പെടുത്ത കളറ് എന്നതുപോലെ ഗാനങ്ങൾ ഉണ്ടാവാത്തതും. അങ്ങനെ ഗാനങ്ങൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് കറുപ്പാണ് ഏറ്റവും ബെസ്റ്റ് കളർ എന്ന് പറഞ്ഞാരെയും ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം സൗന്ദര്യത്തിന്റെ അളവുകോൽ നിറത്തിലല്ല ഇരിക്കുന്നത്. ഇനി എത്രയൊക്കെ പുട്ടിയിട്ട് വന്നാലും എത്രയൊക്കെ ലിപ്സ്റ്റിക് ഇട്ടാലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഈ കളകുട വിഷം നിങ്ങളെ വികൃതമാക്കുന്നു എന്ന കാര്യം കലാമണ്ഡലം സത്യഭാമ ഇനിയെങ്കിലും തിരിച്ചറിയുക. നിങ്ങൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധർ തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴെങ്കിലും നമ്മൾ ഒന്നാമത് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ. ഒരു മഹാത്മാവ് സ്ഥാപിച്ച കലാക്ഷേത്രത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന്റെ ഹുങ്കിൽ മറ്റുള്ളവരെ കറുത്തവനെന്നും വെളുത്തവനെന്നും തരംതിരിക്കുന്ന ഇത്തരം ആൾക്കാരിൽ നിന്ന് ആ കലാമണ്ഡലം എന്ന പേര് അല്ലെങ്കിൽ ആ കലാമണ്ഡലം എന്ന സ്ഥാനപ്പേര് എടുത്ത് മാറ്റുക എന്നതാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നടപടി. അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ സർക്കാരിന് നിറഞ്ഞ മനസ്സോടെ കൈയടിക്കും. താങ്ക് യു.